2025 മലയാള സിനിമയുടെ സുവർണ കാലമാണോ? കഴിഞ്ഞ വർഷം മലയാള സിനിമ തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഏവരുടെയും പ്രശംസ നേടുകയും ചരിത്രം സൃഷ്ടിച്ച കുറേയധികം സിനിമകൾ വന്ന വർഷം കൂടിയായിരുന്നു. പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി എഴുതപ്പെട്ട വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് 2025 തുടക്കത്തിലും നാം കണ്ടത്. മിക്ക സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. മാത്രമല്ല 100 കോടിയും 200 കോടിയും അതിവേഗം കടന്ന സിനിമകളും നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. മറ്റു പല ഇൻഡസ്ട്രികളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു മലയാള സിനിമയുടെ ഈ വിജയയാത്ര എന്നതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം 2025 രണ്ടാം പകുതിയിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ മിക്ക ഇൻഡസ്ട്രികളിലും കടുത്ത പ്രതിസന്ധിയിൽ തുടരുകയാണ്. അതായത് പല സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമാകുന്ന കാഴ്ചകൾ തന്നെയാണ് മലയാളത്തിന് പുറമെയുള്ള ഇൻഡസ്ട്രികളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതേസമയം പോയ 6 മാസങ്ങൾ പരിശോധിച്ചാൽ മലയാള സിനിമയുടെ വിജയപരാജയ കണക്കുകൾ സമ്മിശ്രമായാണ് നിൽക്കുന്നത്. ഏറെയും വിജയയാത്രകൾ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുമുള്ളത്. എന്നാൽ ഇപ്പോഴിതാ 2025 പകുതിയിലേക്ക് എത്തുമ്പോൾ ഏറെ കാലത്തിന് ശേഷം മലയാളത്തിലെ എല്ലാ സീനിയർ നായക നടന്മാരുടെയും ചിത്രങ്ങളാണ് വരാനിരിക്കുന്നത്. ഈ കാലയളവിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ അതിലെല്ലാം വമ്പന്മാർ തന്നെയാണ് മുൻനിരയിലുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരുടെ പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുന്ന സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. അതെ, ഇനി ബോക്സ് ഓഫീസും തിയേറ്ററും ഈ താരരാജാക്കന്മാർ ഭരിക്കും. തുടരും, എമ്പുരാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റേതായി അടുത്തതായി പുറത്തിറങ്ങുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വീണ്ടും എത്തുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് 28 റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല മോഹൻലാലിനൊപ്പം മമ്മൂട്ടിയുടെ ചിത്രവും പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. മമ്മൂട്ടിയുടേതായി അടുത്ത റിലീസിനെത്തുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കവാലാണ്. മമ്മൂട്ടിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ വലിയ പരാജയമായതിനാൽ തന്നെ ആസ്വാദകരും ആരാധകരും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അടുത്തതായി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയും ഒറ്റക്കൊമ്പനുമാണ്. സുരേഷ് ഗോപിയുടേതായി റിലീസിനൊരുങ്ങുന്ന 2 ചിത്രങ്ങളാണിത്. 1.5 വർഷത്തിന് ശേഷമാണ് സുരേഷ് ഗോപിയുടേതായ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതും എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല വിവാദങ്ങളിൽ നിൽക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റാതിരുന്നാൽ അത് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജയറാമും മകൻ കാളിദാസും ഒരുമിക്കുന്നുവെന്ന വാർത്തയാണ് പിന്നീട് സന്തോഷത്തോടെ ആരാധകർക്കിടയിലേക്ക് വരുന്നത്. ആവേശത്തോടുകൂടെ തന്നെയാണ് ഈ ചിത്രത്തെ ആരാധകർ കേട്ടതും. 1000 ആശകൾ ഈ വർഷം അവസാനം തിയേറ്ററുകളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. ഇനി വരാനിരിക്കുന്നത് ദിലീപിന്റെ സിനിമയാണ്. ജനപ്രിയ നായകൻ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മാസ് മസാല എന്റർടൈനർ ചിത്രത്തിന്റെ ഭാഗമാവുകയാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഭബഭ ഈ വർഷം മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടീസറും വലിയ ജനശ്രദ്ധ നേടുക മാത്രമല്ല വലിയ പിന്തുണ തന്നെ ദിലീപിന് ലഭിക്കുകയുമുണ്ടായി. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും മറ്റ് പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും വരാനിരിക്കുന്ന ചിത്രങ്ങളെ ആകാംക്ഷയോടെയാണ് സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഇത് മലയാള സിനിമാ ഇൻഡസ്ട്രിയുടെ വലിയ വിജയയാത്ര തന്നെയായിരിക്കുമെന്നും ആരാധകരും സിനിമാ ലോകവും കണക്കുകൂട്ടുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.